ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ അവസാനം ആദർശ് മാളവികയിലൂടെ ഒരുക്കിയ കെണിയില് അവന്തികയും നാഗേന്ദ്രനും ചെന്ന് ചാടുകയാണ്. എന്ന് വെച്ച മാളവിക ജ്വല്ലറിയുടെ MD നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ സെക്കൻഡും അയാൾ എങ്ങോട്ടാണ് പോകുന്നതെന്നും അയാൾ ആർക്കൊക്കെയാണ് ഫോൺ ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ മാളവിക നന്നായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ആദർശും മാളവികയും ചേർന്ന് ഒരുക്കിയ കെണിയില് നാഗേന്ദ്രനും അവന്തികയും ചെന്ന് പെടുകയാണ്. ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മാളവിക പെട്ടെന്ന് MD ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അയാൾക്കൊരു കോള് വരുന്നതും തട്ടിപ്പടഞ്ഞു തന്നെ അയാളെല്ലാം അവിടെ ഒതുക്കി വെച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങുന്നതും കാണിക്കുന്നുണ്ട്. ഇതിലെന്തൊക്കെയോ വശപ്പിശകുണ്ടെന്ന് തോന്നിയ മാളവിക അയാളുടെ പിന്നാലെ തുടരുകയാണ്. അയാൾ കാറെടുത്ത് ഒരു 5 സ്റ്റാർ ഹോട്ടലിലോട്ടാണ് പോകുന്നത്. അയാളെ പിന്തുടർന്നെത്തിയ മാളവികയും ആ 5 സ്റ്റാർ ഹോട്ടലിൽ എത്തുകയാണ്. ഓരോരോ കാര്യങ്ങളും മാളവിക ഫോണിൽ പകർത്തുന്നുണ്ട്. അത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അപ്പ തന്നെ ആദർശിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇയാളെ പിന്തുടർന്ന് അവന്തിക 5 സ്റ്റാർ ഹോട്ടലിൽ എത്തുന്നതും ആ 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ട് ആദ്യം നാഗേന്ദ്രനെ കാണുന്നതും. നാഗേന്ദ്രനെ കണ്ടപ്പോൾ മാളവികയ്ക്ക് ആളെ മനസ്സിലായിട്ടില്ല കേട്ടോ. പക്ഷേ ഫോണിലെല്ലാം മാളവിക പകർത്തുന്നുണ്ട്. അത് മാത്രമല്ല, ഇവര് രണ്ടുപേരും ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് പോലെ മാളവികയ്ക്ക് തോന്നുകയാണ്. അത് മറ്റാരും അല്ല കേട്ടോ, നാഗേന്ദ്രന്റെ തനി പകർപ്പായ നാഗേന്ദ്രന്റെ സ്വന്തം മകൾ അവന്തിക തന്നെയാണ്. പെട്ടെന്ന് തന്നെ അവന്തിക ഒരു കാറിൽ ടിപ്പ് ടോപ്പ് ലുക്കിൽ ഇറങ്ങി വരുന്നുണ്ട് 5 സ്റ്റാർ ഹോട്ടലിന്റെ മുന്നിലോട്ട്. അപ്പോൾ തന്നെ 1-2 സ്റ്റാഫ് വന്നിട്ട് അവന്തികയെ അവിടെ നിന്ന് മുകളിലെ റൂമിലോട്ട് കൊണ്ടുപോവാണ്. അവന്തികയെ കണ്ടപ്പോൾ തന്നെ ശരിക്കും മാളവികയെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇനിയൊരു പക്ഷെ ഇവളായിരിക്കും അനന്തപുരിയെ ചതിക്കുന്നത്. ഇവളാണ് ഇനി ജ്വല്ലറിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. എന്തായാലും ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് മാളവിക അവന്തികയുടെ പിന്നാലെ തന്നെ പോവാണ്. അങ്ങനെ ഒടുവിൽ സത്യങ്ങളെല്ലാം തന്നെ മാളവിക തിരിച്ചറിയുന്നുണ്ട്. ആ സ്പോട്ടിൽ തന്നെ വീഡിയോകൾ ഓരോന്നായിട്ട് ഓരോ ക്ലിപ്പുകളായിട്ട് എടുത്തിട്ട് ആദർശിന് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വീഡിയോയിൽ അവന്തികയെ കണ്ടിട്ട് ആദർശ് ശരിക്കും ഞെട്ടുക. ഇനി എന്തൊക്കെ ട്വിസ്റ്റുകളായിരിക്കും നടന്നിട്ടുണ്ടായിരിക്കാന്ന് അറിയണ്ടേ? അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്തോ. അപ്പൊ നമുക്ക് ഈ ഒരു എപ്പിസോഡിലോട്ട് കിടക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആദർശിനെയും നയനയും മാളവികയാണ്. ആദർശ് ചില നിർദ്ദേശങ്ങളൊക്കെ മാളവികയ്ക്ക് കൊടുക്കാണ് കേട്ടോ. മാളവികയെ, നീ നന്നായിട്ട് ശ്രദ്ധിക്കണം. നിന്റെ ഓരോ ചലനങ്ങളും ഓരോ നിമിഷവും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു പലരും അതിനകത്തുണ്ടാവും. അതെനിക്കറിയാം സർ. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ചുവടും മുന്നോട്ട് എടുത്തു വെക്കുന്നതും വളരെ ശ്രദ്ധയോടെയാണ്. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചില കഴുക കണ്ണുകൾ നമ്മുടെ ചുറ്റിലും തന്നെ ഉണ്ടാവും. ഞാൻ എല്ലാം മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് സർ. അവർക്ക് യാതൊരു സംശയം തോന്നുന്ന രീതിയിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രവൃത്തി ഉണ്ടാവുന്നില്ല. അപ്പം നയന പറയുന്നുണ്ട്, മാളവികയെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. എന്താ മാഡം? മാഡത്തിനും സാറിനും എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാലോ. അതിനെന്തിനാ ഇങ്ങനെ മടി കാണിക്കുന്നത്? നിങ്ങൾ ഇനി എന്ത് ചോദിച്ചാലും അത് പറയാൻ ഞാൻ ബാധ്യസ്ഥയാണ്. അതുകൊണ്ട് മാഡത്തിന് എന്ത് ചോദിക്കണമെങ്കിലും ചോദിക്കാം. അത് പിന്നെ മാളവികയ്ക്കൊന്നും തോന്നരുത്. ജ്വല്ലറിയുടെ പിന്നിൽ ആരും ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അവരത്ര മണ്ടന്മാരൊന്നും അല്ല. അതുകൊണ്ട് ചിലപ്പോൾ മാളവികയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതിലപ്പുറമുള്ള വാഗ്ദാനങ്ങൾ തന്നെന്നിരിക്കും. ചിലപ്പോൾ മാളവിക ഇപ്പോൾ വർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സാലറി അവർ തരാമെന്ന് പറയും. അതൊക്കെ കണക്കിലെടുത്തിട്ടായിരിക്കും അവർ ഓരോ ചുവടും മുന്നോട്ട് വെക്കുക. സർ, മാഡത്തിന് എന്നെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ലെന്ന് തോന്നുന്നു. അതോ സാറിനെ കുറിച്ചൊന്നും മാഡത്തോട് പറഞ്ഞിട്ടില്ലേ? അത് പിന്നെ നയന, അങ്ങനെ എനിക്ക് മനസ്സിലാവും സർ. നയന മാഡത്തിന്റെ ആദ്യം എന്താണെന്ന്. ഒരുപാട് സമയമെടുത്ത് ആലോചിച്ച് മാഡം എനിക്ക് നല്ല നല്ല ഡിസൈൻസുകൾ വരച്ചു തന്നു. അത് നേരെ പകർത്തി ജ്വല്ലറിയിലെ മെയിൻ ഡിസൈനറായി ഞാൻ തിളങ്ങി. ഇനി ജ്വല്ലറിക്കാര് വലിയ വല്ല വാഗ്ദാനം തന്നു കഴിഞ്ഞാൽ ഞാൻ മൂർത്തീസ് ജ്വല്ലറിയെ ചതിക്കുമെന്നല്ലേ മാഡത്തിന്റെ ആദ്യം. അത് പിന്നെ അവന്തിക്ക് എനിക്ക് മനസ്സിലാവും മാഡം. ഇത് സാധാരണ കോമൺ ആയിട്ട് എല്ലാവരും ചിന്തിക്കുന്ന കാര്യം തന്നെയാ. എനിക്ക് ഈ ചോദ്യം ചോദിച്ചതിൽ മാഡത്തോട് ഒരു പരിഭവവും ഇല്ല. കാരണം മാഡത്തിന് എന്നെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. മാഡം, ഞാൻ മാഡത്തിനൊരു വാക്ക് തന്നിരിക്കുക. എൻ്റെ ജീവിതത്തിലെ താങ്ങും തണലുമായിട്ട് എന്നോടൊപ്പം ഉണ്ടായിരുന്ന മൂർത്തി സാറേയും ആദർശ് സാറേയും ഒന്നും ഞാൻ ഒരിക്കലും ചതിക്കില്ല. അന്നം തന്ന് കൈപ്പിടിച്ച് കയറ്റിയ കൈക്ക് തന്നെ തിരിഞ്ഞു കുത്താന്ന് കേട്ടിട്ടില്ലേ? ആ പ്രവൃത്തി ഞാൻ ഒരിക്കലും ചെയ്യില്ല മാഡം. പ്രത്യേകിച്ച് മൂർത്തീസ് ജ്വല്ലറിയോട്. കാരണം അത്രത്തോളം കടപ്പാട് എനിക്ക് മൂർത്തീസ് ജ്വല്ലറിയോടുണ്ട്. അതൊരിക്കലും തീർത്താ തീരില്ല. എൻ്റെ പാർട്ട്ണർ വിദേശത്തായതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ടേക്ക് പോവേണ്ടി വന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ തന്നെ തുടർന്നേനെ. സത്യം പറഞ്ഞ മൂർത്തീസ് ജ്വല്ലറിന്ന് ഇങ്ങനൊരു ആവശ്യമായിട്ട് വിളിച്ചപ്പോൾ എനിക്കായിരുന്നു കൂടുതലും ഇങ്ങോട്ട് വരാനുള്ള ആകാംക്ഷ. കാരണം മൂർത്തീസ് ജ്വല്ലറിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ. മാഡം ഇപ്പം എന്നെ സംശയിച്ചതിൽ ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല. കാരണം അത് ഏതൊരാളും കോമൺ ആയിട്ട് ചിന്തിക്കുന്ന കാര്യം തന്നെയാ. എന്തായാലും ഞാൻ ഒരു വാക്ക് തന്നിരിക്കുക. ഒരിക്കലും ഞാൻ എന്ത് തരാന്ന് പറഞ്ഞാലും അവരോടൊപ്പം നിൽക്കില്ല. ഇനി അവരെനിക്ക് 100 കോടി വാഗ്ദാനം ചെയ്താലും ഈ മാളവിക ഒരിക്കലും മൂർത്തീസ് ജ്വല്ലറി ചതിക്കില്ല. ഇത് വെറും വാക്കല്ല, ഞാൻ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു തന്നെ തരും. അപ്പം ആദർശ് പറയുന്നുണ്ട്, മാളവികെ, സോറി, നയന അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ. എനിക്ക് മനസ്സിലാവും സർ. അതിനെന്നോട് സോറി ഒന്നും ചോദിക്കണ്ട. അവന്തികെ, ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം മറ്റൊന്നുമല്ല. അവർ ഏത് വഴിയിലൂടെയും എല്ലാവരുടെയും മനസ്സ് മാറ്റാൻ വേണ്ടി നോക്കും. അങ്ങനെയൊന്നും അവരുടെ വലയിൽ ചെന്ന് പെടാതിരിക്കുവാനാണ് ഞാൻ പറഞ്ഞത്.
മാഡം ഞാൻ പറഞ്ഞല്ലോ, മാഡം ഇപ്പം അത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. മാഡത്തിൻ്റെ ഹെൽത്താണ് ഇപ്പം മാഡം നോക്കേണ്ടത്. ഇതൊക്കെ ഞാനും ആദർശ് സാറും എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് മാളവികയോട് ഒന്നുകൂടി റെസ്പെക്റ്റ് കൂടി. ആദർശേട്ടൻ മാളവികയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാലും മാളവിക ഇത്ര ബോൾഡാണെന്ന് മാളവികയുടെ സംസാരത്തിലൂടെ തന്നെ എനിക്കിപ്പോൾ തൃപ്തിയായി. എന്നാൽ പിന്നെ ഞാൻ സമയം കളഞ്ഞില്ല. സർ, ഞാനെന്ന് ഇറങ്ങട്ടെ. ഏഞ്ചുലറിയിൽ കൃത്യസമയത്ത് എത്തേണ്ടതാ. ആ, സമയത്തിനൊക്കെ അവർ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരിക്കും മാളവികയെ. അതുകൊണ്ട് കൃത്യസമയത്തിന് നീ അവിടെ എത്തണം. അതിനാ സർ ഞാൻ ഇപ്പം തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞത്. ശരി. ആ, നിനക്ക് വേണ്ടി ഒരു സീക്രട്ട് കാർ ഞാൻ പുറത്ത് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിന് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ എൻ്റെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടില്ലേ? ഞാൻ അത് നോക്കി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം സർ. എന്നാൽ പിന്നെ സമയം ലേറ്റ് ആക്കുന്നില്ല, ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, എല്ലാം ഞാൻ വിളിച്ച് അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യാം സർ. ശരി മാളവികയെ. അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് നയനിയും ആദർശും യാത്ര അയക്കാനിട്ടോ മാളവികയെ. അങ്ങനെ മാളവിക കാറിൽ കയറി ജ്വല്ലറിയിലോട്ട് പോകുന്നുണ്ട്. ആദർശേട്ടാ, ഞാൻ പറഞ്ഞത് കുറച്ച് ഓവറായി പോയല്ലേ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ മാളവിക അങ്ങനെയുള്ള ഒരാളൊന്നും അല്ലെന്ന്. എന്നാലും ഞാനൊന്ന് പറഞ്ഞു നോക്കിയതാ. അത് കുഴപ്പമൊന്നുമില്ല. മാളവികയ്ക്ക് അതെന്താണെന്ന് മനസ്സിലായി. കാരണം അവൾ നല്ല ബോൾഡാ. ഇനി അതേക്കുറിച്ച് ആലോചിച്ച് നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. നീയേ ആ ടേബിളിലോട്ട് അങ്ങിരിക്കെ. ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്, കഴിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കാനിട്ടോ. പിന്നെ കാണിക്കുന്നത് ജ്വല്ലറിയിലെത്തുന്ന മാളവികയാണ്. മാളവിക ചെന്ന പാടത്തന്നെ ക്യാബിൽ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് ഒരാൾ വരുന്നത്. അതായത് അവിടുത്തെ ഒരു സ്റ്റാഫാണ് കേട്ടോ. ഹലോ മാഡം. യെസ് മാഡം, ക്യാബിലെത്തിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ MD റൂമിലോട്ട് സെർച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇതും പറഞ്ഞ് ആ സ്റ്റാഫ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ മാളവിക ഇങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഓ, മനുഷ്യൻ ഇവിടെ വന്നിരുന്നതേ ഉള്ളൂ, അപ്പോഴത്തേക്കും എന്തിനാണാവോ ആ കിളവൻ വിളിപ്പിക്കുന്നത്? ഷോ, എന്തായാലും ചെന്നല്ലേ പറ്റൂ. ഇതും പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു ഫയലും എടുത്തിട്ട് നേരെ ആ റൂമിലോട്ട് ചെല്ലാണ് കേട്ടോ. അവിടെയാണെന്നുണ്ടെങ്കിൽ MD കസേരയിൽ, കറങ്ങുന്ന കസാരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് MD. ഓ, അയാളുടെ ഒരു ഇരുത്തം കണ്ടില്ലേ? സുഖിച്ചിരിക്കുക. കാത്തോളണേ. മെയ് കമ്മി സർ. യെസ്. ആ, മാളവികയോ? ഷാർപ്പ് ടൈം ആണല്ലോ. കൃത്യസമയത്ത് എത്തണമല്ലോ സർ. ഞാൻ എവിടെ വർക്ക് ചെയ്താലും എനിക്ക് പങ്ക്ച്വാലിറ്റി നിർബന്ധമാണ്. ഹോ, നൈസ്. അങ്ങനെ തന്നെ വേണം. എല്ലാ ദിവസവും ഇതുപോലെ തന്നെ എത്തണം കൃത്യസമയത്ത്. അതൊന്നും പറയേണ്ടതില്ല സർ. അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് ചെയ്തിരിക്കും. ആക്ച്വലി സത്യം പറയാലോ, ഇവിടെ ഇതുവരെ വന്ന സ്റ്റാഫുകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെട്ടത് മാളവികയാണ്. മാളവികയിൽ എനിക്കെന്നല്ല, എൻ്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥർക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ തൻ്റെയൊക്കെ സാറ്റിസ്ഫാക്ഷൻ തീർക്കാൻ നിൽക്കുമല്ലേ ഞാൻ. മാളവിക എന്തെങ്കിലും പറഞ്ഞോ? നോ സർ, ഞാനൊന്നും പറഞ്ഞില്ല. സർ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. എനിക്കറിയാം ഇനി അങ്ങോട്ട് നല്ല തിരക്കുള്ള ദിവസങ്ങളായിരിക്കും. നയന കളക്ഷനെ വെല്ലുന്ന തരത്തിലായിരിക്കുമല്ലോ മാളവിക കളക്ഷൻസ് ഇനി ഇറങ്ങാൻ പോകുന്നത്. സർ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷനൊന്നുമില്ല. എന്നാലും നയനയേക്കാൾ നന്നാക്കാൻ നോക്കാൻ ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ശ്രമിച്ചാൽ മാത്രം പോരാ, നയനാസ് കളക്ഷൻ്റെ മുകളിലെത്തണം മാളവികാസ് കളക്ഷൻ. ഞാൻ ശ്രമിക്കാം സർ. ശ്രമിച്ചാൽ പോരാ, നയന കളക്ഷൻ്റെ മുകളിലെത്തണം മാളവികാസ് കളക്ഷൻ. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതിനുവേണ്ടിയാണ് മാളവികയ്ക്ക് ഞങ്ങൾ ഇത്രയും വലിയ തുക സാലറി ആയിട്ട് തരുന്നത്. മനസ്സിലായോ? മനസ്സിലായി സർ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. എന്താ മാളവികയ്ക്ക് ഇത്ര പോവാൻ തിരക്ക്? മാളവികയെ MD ആയി ഞാനാണ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അപ്പം പിന്നെ ഞാൻ പറയാതെ മാളവിക പോവാൻ പാടുണ്ടോ? സർ, അത് സാറിന് ഇനിയൊന്നും ചോദിക്കാനില്ലെന്ന് കരുതി. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അവസാനമായിട്ട് ഞാനൊരു കാര്യം ചോദിക്കാം. മാളവികയ്ക്ക് മോഡലിംഗ് രംഗത്തോട്ട് വരാൻ എന്തെങ്കിലും താല്പര്യമുണ്ടോ? ഇല്ല സർ, എനിക്ക് ഡിസൈനിങ് രംഗത്തോട്ട് വരാനാ താല്പര്യം. അത് ഞാൻ ഏറ്റെടുത്തും ചെയ്തു. മോഡലാവാനൊന്നും എനിക്കൊട്ടും താല്പര്യമില്ല. ആക്ച്വലി ഞാനത് ചോദിക്കാൻ കാരണം വേറൊന്നും കൊണ്ടല്ല. ഇത്രയും ഭംഗിയുള്ള പെൺകുട്ടി നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഇവിടുത്തെ മോഡലായിട്ട് വേണമെങ്കിൽ ഒന്ന് മാളവികയ്ക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതെങ്ങനെയാ സർ? ഇവിടെ മോഡലായിട്ട് ഒരാൾ ഓൾറെഡി നിൽക്കുമല്ലേ. അവർ 2 വർഷത്തേക്ക് എഗ്രിമെൻ്റ് എഴുതി ഒപ്പിട്ടതല്ലേ? അതെ, പക്ഷേ ഒരു മോഡലിനെ മാത്രം പോരല്ലോ നമുക്ക്. മൂർത്തീസ് ജ്വല്ലറിയിൽ നയനയും ഇതുപോലെ മോഡലിംഗ് രംഗത്ത് നിൽക്കുന്നുണ്ട്. സർ, നയന മേഡത്തിന് ചിലപ്പോൾ അതിന് കഴിവുണ്ടായിരിക്കും. പക്ഷേ എനിക്കൊരിക്കലും അതുപോലൊരു മോഡലാവാൻ പറ്റില്ല സർ. അയ്യോ, ഇങ്ങനെ എടിപിടിയെന്ന് പറഞ്ഞ പോലെ മാളവിക മറുപടി തരണ്ട. നന്നായി ആലോചിച്ചതിന് ശേഷം ഈ വീക്കിൽ തന്നെ ഒരു മറുപടി തന്നാൽ മതി. അയ്യോ, തൻ്റെ ഡിസൈനിങ് ജോലി പോലും എനിക്ക് വേണ്ടടോ. പിന്നെ എൻ്റെ സാറിന് വേണ്ടിയിട്ടാ ഞാനിവിടെ ഡിസൈനറായി കയറിയിരിക്കുന്നത്. മാളവിക എന്താ ആലോചിക്കുന്നത്? നന്നായി ഒന്നിരുന്ന് ആലോചിച്ച് നോക്ക്. മോഡലിംഗ് രംഗത്തോട്ട് വരാൻ എന്തുകൊണ്ടും അർഹത മാളവികയ്ക്കുമുണ്ട്. ശരി സാർ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഓ, എത്ര വേണമെങ്കിലും ആലോചിച്ചോളൂ. പക്ഷേ പോസിറ്റീവ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സർ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കണ്ട. എന്നാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. ശരി മാളവിക,
ഇതും പറഞ്ഞുകൊണ്ട് മാളവിക അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. എന്നാൽ ഇതൊക്കെ കേട്ടുകൊണ്ട് തൊട്ടിപ്പുറത്ത് തന്നെ ഈ MDയുടെ അസിസ്റ്റന്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. അയാൾ എങ്ങനെ MDയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്താണ് ഒരു ഇളക്കം? എടോ, നമ്മുടെ വലയിൽ ആ പെണ്ണിനെ ഒന്ന് വീഴ്ത്താൻ പറ്റുമെന്ന് നോക്കിയതാ. എൻ്റെ സാറേ, ഇടിവെട്ടായിട്ടും ആ പോയത്. കാശെറിഞ്ഞാൽ ചിലപ്പോൾ വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണടാ ഞാൻ നേരെ തന്നെ ഒരു മുഴം മുന്നേ ചൂണ്ടയിട്ടത്. സാറിനെ എനിക്ക് അറിഞ്ഞൂടെ? ദേ സാറേ, വല്ലതും സെറ്റായാൽ അറിയിക്കാൻ മറക്കരുത്. എടോ, നീ നോക്കിക്കോ, ഇപ്പം ഞാൻ MDയാ. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതിന് മുകളിലായിരിക്കും ഞാൻ. ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം അയാൾക്ക് എന്തൊക്കെയൊക്കെയോ ചുറ്റിക്കളികൾ അകത്ത് നടത്തുന്നുണ്ടെന്ന്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് മാളവികയാണ് കേട്ടോ. മാളവിക ക്യാബിൽ ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഓ, എൻ്റെ പെരുവിരൽ തടുത്ത് വരുമായിരുന്നു. ഞാൻ എന്നെ തന്നെ എങ്ങനെയാണ് നിയന്ത്രിച്ചെന്ന് എനിക്ക് പോലും അറിയില്ല. കിളവൻ പ്രായം ഇത്ര ആയിട്ട് ഇളക്കം നിന്നിട്ടില്ല. ഇയാളൊക്കെ ഒരു മനുഷ്യനാണോ? ഫ്രോഡ്. ഇത് കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്ന ഒരു സ്റ്റാഫ് വരുന്നുണ്ട് കേട്ടോ. മാഡം എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. അല്ല, മാഡം എന്തോ പറഞ്ഞ പോലെ തോന്നി. ഇനി ഇവനെ ആയിരിക്കും എന്നെ വാച്ച് ചെയ്യാൻ വേണ്ടി നിർത്തിയേക്കുന്നത്. എടോ, താൻ എന്തിനാ എപ്പോഴും എൻ്റെ പിന്നാലെ തന്നെ നടക്കുന്നത്? തന്നോട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ. അയ്യോ മാഡം, മാഡത്തിന് എന്ത് വേണമെങ്കിലും ചെയ്തു തരണമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. ആണോ? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്. ദയവ് ചെയ്ത് എനിക്കിപ്പോൾ വേണ്ടത് താൻ ഇവിടെ നിന്ന് പോയി തരണം. എന്താ പറ്റോ? ഇവിടെ വേറെയും കുറേ സ്റ്റാഫുകളുണ്ടല്ലോ, അവരുടെ പിന്നാലെ നടക്കാൻ നോക്ക്. മനുഷ്യന് പ്രൈവസി നഷ്ടപ്പെടുത്താൻ. ഓ, വേണ്ടെങ്കിൽ വേണ്ട. ഇവിടെ ഓരോരുത്തർക്ക് പിന്നിലൊരാളില്ലാഞ്ഞിട്ട്, ഇവിടെ ഉണ്ടായിട്ട്. പോട്ടെ. എടോ, താൻ പോയില്ലേ? ഓ, ഞാൻ പോവുകയാണ് മാഡം. ഇതും പറഞ്ഞുകൊണ്ട് അയാൾ അവിടുന്ന് പോവുകയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം നന്ദുവിൻ്റെയും അനിയുടെയും ഭാഗം കാണിക്കുന്നുണ്ട്. നന്ദു ഇങ്ങനെ സ്വയം മനസ്സിൽ പറയുന്നുണ്ട്, എന്തിനാണ് ഇനി ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ എത്ര തവണ വിളിച്ചോണ്ടിരിക്കുക, എൻ്റെ ഭാഗം ഒന്ന് കേൾക്കാൻ പോലും അനി കൂട്ടാക്കുന്നില്ലല്ലോ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നവീന നന്ദുവിനെ കാണുന്നത് കേട്ടോ. വഴിയരികിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന നവീൻ നന്ദുവിനെ കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ട് റോഡ് മുറിഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. ഹായ് നന്ദു, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? നവീനേട്ടനോ? അല്ല, ഇന്നെന്താ വർക്കില്ലേ? ഈ സമയത്ത് സാധാരണ സ്റ്റേഷനിലല്ലേ ഉണ്ടാവാറ്? അത് പിന്നെ എനിക്ക് പോലീസ് യൂണിഫോമിലല്ലാതെ 1-2 കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ടായിരുന്നു നവീനേട്ടാ. ആഹാ, അന്വേഷിക്കാൻ ഇറങ്ങിയതാണോ? എന്നാ പിന്നെ ഞാനും വരാം. എൻ്റെ ഒരു ഹെൽപ്പും നന്ദുവിന് ഉണ്ടാവുമല്ലോ. ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രീ ആണ്. അയ്യോ, നവീനേട്ടന് ഒരുപാട് ജോലി കാണില്ലേ? ഏയ്, എനിക്കൊരു ജോലിയുമില്ല. ഞാൻ ചുമ്മാ തേരാപ്പാരം നടക്കുമായിരുന്നു. അപ്പോഴല്ലേ നന്ദുവിനെ കണ്ടത്. അതേതായാലും കാര്യത്തിൽപ്പെട്ടു. അയ്യോ നവീനേട്ടാ, ഇത് ഞാൻ ഒറ്റയ്ക്ക് അന്വേഷിച്ചോളാം. ഞാൻ വന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ അങ്ങനെയല്ല. എന്നാൽ പിന്നെ ഒന്നും പറയണ്ട, ഞാൻ നന്ദുവിൻ്റെ കൂടെ ഉണ്ടാവും. ബർത്ത്ഡേ പറയാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. ഞാനതൊക്കെ വിട്ടു. അടുത്ത പ്രാവശ്യം നമുക്ക് അടിച്ചു പൊളിക്കാലോ. എന്തായാലും അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും ഗംഭീരമാക്കണം. നമുക്ക് 2 പേർക്കും കൂടി. നന്ദു, നീ എന്താ ആലോചിക്കുന്നത്? ഞാനീ പറയുന്നൊന്നും നീ കേൾക്കുന്നില്ലേ? അത് പിന്നെ നവീനട്ട, ഞാൻ കേസിൻ്റെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട്. ഓ, എനിക്ക് മനസ്സിലായി. ദേ, എന്താ നീ അന്വേഷിക്കാൻ പോകുന്നത്? ഞാനും കൂടി നിൻ്റെ കൂടെ വരാം. ശരി. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ അനിയെ കാണിക്കുന്നത്. അനിയാണെങ്കിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആ വഴിയിലൂടെ അനി പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അനിയുടെ ഫോണിലോട്ടാണെങ്കിൽ നന്ദു നിൽക്കുന്ന സ്ഥലം ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനി നന്ദുവിനെ കാണാൻ വേണ്ടി അതിലൂടെ പാസ് ചെയ്യാൻ കേട്ടോ. അനി അങ്ങനെ റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് വരുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് കേട്ടോ 2 പെൺകുട്ടികളെ ശല്യം ചെയ്യുന്ന 2 പയ്യന്മാരെ കാണിക്കുന്നത്. ആ ബൈക്കിലാണെന്നുണ്ടെങ്കിൽ ഈ 2 പയ്യന്മാരും ഹെൽമെറ്റ് ഇടാതെ ഈ പെൺകുട്ടികളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇത് നന്ദുവിന് കണ്ണി പെടുന്നുണ്ട് കേട്ടോ. ഡാ മോളെ, ചേട്ടായിയുടെ കൂടെ വാ. ദേ, ഇവനെ ഇറക്കി നീ പിന്നിലിരുന്നോ. എന്നെ ശല്യം ചെയ്ത് താൻ പോകുന്നുണ്ടോ? അങ്ങനെ ചേട്ടൻ എങ്ങനെയാ നിന്നെ ഒറ്റക്കിട്ട് പോവുക? ഞാൻ എങ്ങനെ പോയില്ല. മോളും കൂടി വാന്നേ. നമ്മൾ ഒരുമിച്ച് ഒരേ സ്ഥലത്തോട്ടല്ലേ, പിന്നെ എന്തിനിങ്ങനെ പക്ഷാഭേദം കാണിക്കുന്നത്? ദോ, താൻ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഇത് പറഞ്ഞപ്പോൾ തന്നെ അവളുടെ കൈ കയറി പിടിക്കാനിട്ടോ മറ്റേ പയ്യൻ. അപ്പോഴത്തേക്കും നന്ദു അങ്ങോട്ട് എത്തുന്നുണ്ട്. പിന്നാലെ തന്നെ നവീനും എത്താൻ കേട്ടോ. ഡാ, അവളുടെ കയ്യിൽ നിന്ന് പിടിവിടടാ. അജോക്കെ നീ ആരടി? ഇതേ എൻ്റെ പെണ്ണാ, ചോദിക്കാൻ വരടാ. ഞാനവളെ പിടിച്ചും വലിക്കും എറിയും. നീ ആരടി ചോദിക്കാൻ? എന്താടാ പറഞ്ഞത്? നാക്കിനെല്ലില്ലെന്ന് കരുതിയിട്ട് എന്ത് വിളിച്ച് പറയാനാണോ? അയ്യോ ചേച്ചി, എന്നെ രക്ഷിക്കണം. കുറേ നേരമായിട്ട് ഇവനെന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഓ പിന്നെ, ഇവളാര്? ജലദേവതയോ നിന്നെ വന്ന് രക്ഷിക്കാൻ? ഡേ, കൂടുതൽ പറയാതെ വണ്ടി വന്ന് കയറടി. എടാ, കുറച്ച് മുന്നിലോട്ട് നീങ്ങി കൊടുത്തേ. ഇതും പറഞ്ഞ് 2 ആളിരിക്കുന്ന വണ്ടിയിൽ നിന്ന് കുറച്ചുകൂടി മുന്നിലോട്ട് നീങ്ങിയിട്ട് ആ പെണ്ണിനെ കയറ്റാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നന്ദുവിന് ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴാണ് നവീൻ അങ്ങോട്ട് വരുന്നത്. ഡാ, നീ എത്ര ധൈര്യം ഉണ്ട് ഇവിടുന്ന് പോവും? നീ ആരടാ? ഇത് പറഞ്ഞപ്പോൾ നന്ദു പറയുന്നുണ്ട്, നവീനേട്ടൻ ഇതിൽ ഇടപെടണ്ട, ഇത് ഞാൻ നോക്കിക്കോളാം. ഓഹോ, ഇവൻ്റെ സെറ്റപ്പാണല്ലേ ഇവള്. ഡാ, ഇവളെ വിളിച്ച് പോവാൻ നോക്ക്, ചുമ്മാ വാചകടിക്കാതെ. അപ്പോൾ പിന്നിലിരിക്കുന്നതിന് കറക്റ്റായിട്ട് നന്ദുവിൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, ഇത് അവളല്ലേ, പോലീസുകാരി. എന്നിട്ട് മറ്റവൻ്റെ ചെവിട്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡാ,
എങ്ങനെയെങ്കിലും വണ്ടി എടുക്കടാ, ഇതാ പോലീസുകാരിയാ. എന്ത് പോലീസുകാരിയോ? ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ മറ്റവൻ വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ, സ്പീഡിൽ. നന്ദു ആണെന്നുണ്ടെങ്കിൽ ബൈക്കിൽ കൈവച്ചിട്ടുണ്ട് കേട്ടോ, അതുപോലും പരിഗണിക്കാതെയാണ് അവർ വണ്ടി എടുത്ത് അങ്ങോട്ട് പോകുന്നത്. പെട്ടെന്ന് തന്നെ നന്ദു ഒരു കൈ മുറിയുന്നുണ്ട്. ഡാ എടാ നിക്കടാ. അയ്യോ നന്ദു, അവർ പോയല്ലോ, അവന്മാരെ വെറുതെ വിടരുത്. അപ്പോഴാണ് കേട്ടോ ആ പെൺകുട്ടി പറയുന്നത്, ചേച്ചി ഒരുപാട് നന്ദിയുണ്ട്. അയ്യോ ചേച്ചിയുടെ കയ്യിൽ മുറിയായിട്ടുണ്ടല്ലോ, രക്തം വരുന്നു. അയ്യോ അതേ നന്ദു, ഷോ ഒരുപാട് ബ്ലഡ് വരുന്നു. നന്ദു ഒരു മിനിറ്റ് വാ, എൻ്റെ കാറിൽ ബോക്സ് ഉണ്ട്, നമുക്ക് കൈ ഒന്ന് കെട്ടാം, എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാം. ഏയ് അതൊന്നും വേണ്ട നവീനട്ടാ, ഇത് പെട്ടെന്ന് മാറിക്കോളും. ഏയ് അത് പറഞ്ഞാൽ പറ്റില്ല, നന്ദു വന്നേ. ഇതും പറഞ്ഞ് നന്ദുവിനെയും കൂട്ടി കാറിൻ്റെ അടുത്തോട് ചെല്ലാൻ കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മുടെ അനി അതിലൂടെ പാസ് ചെയ്യാണ്. അപ്പോഴാണെങ്കിലോ നവീനാണെങ്കിൽ നന്ദുവിൻ്റെ കൈ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പതിയെ നന്ദുവിൻ്റെ കയ്യിൽ കോട്ടൺ വെച്ച് കെട്ടിക്കൊടുക്കാണ്. ഈ സമയത്താണ് അനി അതിലൂടെ പാസ് ചെയ്യുന്നത്. ആ കറക്റ്റ് രംഗം തന്നെ അനി കാണുകയാണ് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ അനിയുടെ ചങ്കൊന്ന് നിലച്ചു പോവുകയാണ്. ഇത് കണ്ടിട്ട് അനിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പോലും പറ്റുന്നില്ല. അനിയുടെ കണ്ണീന്ന് തന്നെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഇവള് പറച്ചിൽ മാത്രമേ ഉള്ളൂ, എന്നോടൊപ്പമാണ് ജീവിക്കാന്ന്. പക്ഷേ അവളുടെ എൻ്റർടൈൻമെൻ്റ് എല്ലാം അവൻ്റെ കൂടെയാ. അവൻ എന്തായാലും എൻ്റെ നന്ദുവിൻ്റെ മനസ്സ് ഒരുപാട് മാറ്റിയെടുത്തു. നന്ദു ഒരുപാട് എന്നിൽ നിന്ന് അകന്നു. ഇനി ഞാനെന്തിന് ഇവരുടെ ഇടയിൽ ഒരു കരടായി നിൽക്കുന്നത്? ഇതും പറഞ്ഞുകൊണ്ട് അനി ദേഷ്യം പിടിച്ച് വണ്ടി എടുത്തോണ്ട് പോവാണ്. നവീനേട്ടാ, ഇനിയിപ്പം ഞാൻ അന്വേഷിക്കാനൊന്നും പോകുന്നില്ല, നവീനേട്ടൻ വീട്ടിലേക്ക് പോയിക്കോ. ഏയ് പറ്റില്ല, ഈ കൈവച്ച് നിനക്ക് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നീ കാറി കയറ്, നിന്നെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം, വണ്ടി ഞാൻ അങ്ങോട്ട് എത്തിച്ചോളാം. വേണ്ട നവീനേട്ടാ, നവീനേട്ടൻ പൊയ്ക്കോ, ഞാൻ വണ്ടി എടുത്ത് വീട്ടിലോട്ട് പൊയ്ക്കോളാം, അധിക ദൂരമൊന്നുമില്ലല്ലോ ഇവിടുന്ന്. എന്നാലും നന്ദു വേണ്ട നവീനേട്ടാ, ഞാൻ ഒരുപാട് തവണ പറഞ്ഞില്ലേ, നവീനേട്ടൻ പൊയ്ക്കോ, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. എൻ്റെ ബർത്ത്ഡേ ദിവസമാണെങ്കിൽ നവീനേട്ടൻ കുളമാക്കി. ഇന്നെങ്കിലും അനി ഇതിലൂടെ പാസ് ചെയ്യുന്നത് കാണാമെന്ന് കരുതിയിരുന്നതാ, അതും ഇല്ലാതാക്കി. നവീനേട്ടാ, നിങ്ങൾ ചെയ്തെന്ന ഉപകാരത്തിന് ഒരുപാട് നന്ദിയുണ്ട്. അതൊക്കെ എന്തിനാ നന്ദു? എന്നാലും ഉപകാരം ചെയ്തെന്നവരോട് നന്ദി കാണിക്കണ്ടേ? നമ്മുടെ ഇടയിൽ നന്ദിയുടെ ഒന്നും ഒരു ആവശ്യമില്ല നന്ദു. ശരി നവീനേട്ടാ. ഇതും പറഞ്ഞുകൊണ്ട് നന്ദു വണ്ടി എടുത്ത് അവിടുന്ന് പോവാണ് കേട്ടോ. നന്ദുവിന് ഈ കണ്ടീഷനിൽ വിട്ടത് ശരിയായില്ല. നന്ദു ദേഷ്യപ്പെട്ടതുകൊണ്ടല്ലേ ഞാൻ വിട്ടത്. എന്തെങ്കിലും ആവട്ടെ, ഓവർ കെയറിങ് എടുത്താലേ ചിലപ്പോൾ നന്ദുവിന് എന്നോട് ഇഷ്ടക്കേട് വല്ലതും തോന്നും, അതുകൊണ്ട് വേണ്ട. ഇതും പറഞ്ഞുകൊണ്ട് നവീനാണെന്നുണ്ടെങ്കിൽ വീട്ടിലോട്ടും പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു ഒരുപാട് സ്ഥലത്ത് അനിയെ അന്വേഷിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എവിടെയും അനിയെ കാണാനില്ല. അങ്ങനെ ചെന്ന് നന്ദു ഒരു ബീച്ച് സൈഡിൽ എത്തുകയാണ്. നന്ദു ആണെങ്കിൽ ചുറ്റിലും അനിയെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നോക്കി ഒരു പാറക്കെട്ടിന്റെ സൈഡിലായിട്ട് അനി ഇരിക്കുന്നത് കാണുകയാണ് നന്ദു. ഇത് കണ്ട പാടത്തന്നെ ഓടി അങ്ങോട്ട് നന്ദു വരുന്നുണ്ട്. അനി അനി നീ എന്താ അനി ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ നിന്നെ എത്ര തവണ ഫോണിൽ വിളിച്ചു, നീ എന്താ എൻ്റെ ഫോൺ എടുക്കാത്തത്? അറ്റ്ലീസ്റ്റ് ഞാൻ പറയാനുള്ളതെങ്കിലും നീ കേട്ടോ. മാറി നിൽക്ക്, എൻ്റെ കയ്യിൽ നിന്ന് വിട്. അനി എന്തൊക്കെയാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഇതിന് മാത്രം എന്ത് തെറ്റാ അനി ഞാൻ ചെയ്തത്? നീ തെറ്റ് ചെയ്തില്ല, ചെയ്തതെല്ലാം ഞാനാ, പോരെ, പ്രശ്നം തീർന്നല്ലോ. അനി ബർത്ത്ഡേൻ്റെ അന്ന് ഞാൻ വിചാരിച്ച പോലെ എനിക്ക് എത്താൻ പറ്റിയില്ല. എൻ്റെ അപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് കേൾക്കാതെയാണ് അനി ഓരോന്ന് പറയുന്നത്. അതെടി, ഞാൻ ആ സിറ്റുവേഷനെ കുറിച്ച് അറിഞ്ഞതുമില്ല കേട്ടതുമില്ല. ഒരുത്തൻ സ്നേഹം പ്രകടിപ്പിക്കാൻ വലിയ സെറ്റപ്പോട് കൂടിയിട്ട് ദേ ഈ ബീച്ച് സൈഡിൽ ഇരിക്കുക. 3-3.5 മണിക്കൂർ സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി കാത്തിരുന്നു ഇവിടെ. അവസാനം കാണാനില്ലാഞ്ഞപ്പോൾ ഒരു വീഡിയോ കോൾ ചെയ്ത് നോക്കിയതാ. അതിലൂടെ എല്ലാം മനസ്സിലായി. അവനും അവളും കേക്ക് പരസ്പരം കൈമാറുക. അനി നീ എന്തൊക്കെയാ പറയുന്നത്? അതെടി, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നീയും നവീനും കൂടി ബർത്ത്ഡേ ആഘോഷിക്കുന്നത്, കേക്ക് കട്ട് ചെയ്ത് പരസ്പരം കൈമാറുന്നത്. നീയല്ലേ പറഞ്ഞത് നിന്റെ ബർത്ത്ഡേ എന്നാണെന്നുള്ളത് നീ ആരെയും വിളിച്ച് അറിയിക്കില്ലെന്ന്, പ്രത്യേകിച്ച് നവീനെ. ധ്യാനി, നിന്റെ ടോണും സംസാരമൊക്കെ ഒരുപാട് മാറി വരുന്നു. നീ എന്താ നവീനേട്ടനെ കുറിച്ച് വിചാരിച്ച് വെച്ചേക്കുന്നത്? എന്തായാലും നീ നവീനെ കൂടുതൽ മനസ്സിലാക്കിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് നവീനെ കുറിച്ച് നീ എന്നോട് കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല. ഞാനേ അല്പം മനസ്സമാധാനത്തിന് വേണ്ടി ഇവിടെ വന്നിരുന്നത്. ഇവിടെയും വന്ന് എൻ്റെ മനസ്സമാധാനം പോക്കാതെ നന്ദു പോയേ. ഓഹോ, അപ്പോൾ ഇപ്പോൾ ഞാനൊരു മനസ്സമാധാനക്കേടായില്ലേ എനിക്ക്? എന്തിനാ നന്ദു ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു കരടായിട്ട് വരുന്നത്? ആരുടെ ഇടയിൽ? നിന്റെയും നവീൻ്റെയും. അതിനി എനിക്ക് തുറന്ന് പറയുന്നതിൽ ഒരു മടിയുമില്ല. നീ ഇത്ര മോശമായിട്ട് ചിന്തിക്കുന്നു ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല. നീ നിനക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാം അല്ലേ? നീ അവൻ്റെ കൂടെ ബർത്ത്ഡേ ആഘോഷിച്ചു, അത് ഞാൻ മറന്നു വരുമായിരുന്നു. അത് പോരാത്തതിന് ഇപ്പം ഞാൻ വഴിയരികിലൂടെ വരുമ്പോൾ കണ്ട കാഴ്ച അതെനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണെടി. അങ്ങനെയാണെങ്കിൽ പിന്നെ ചാവാൻ പോയ എന്നെ എന്തിനാ നീ രക്ഷിച്ചത്? എന്നേക്കുമായിട്ടും എൻ്റെ ശല്യം നിനക്കൊക്കെ തീർന്നു കിട്ടുമല്ലോ. ധ്യാനി നിർത്തിക്കോ, ഞാൻ നിന്നെ കാണാൻ വന്നതാ തെറ്റായി പോയത്. ഇങ്ങനെ മോശമായിട്ട് ചിന്തിക്കുന്ന നിന്നോട് ഒരിക്കലും ഞാൻ ഇങ്ങനെ സംസാരിക്കരുതായിരുന്നു. നിർത്ത്. എന്തറിഞ്ഞിട്ടാ നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഒന്നും അറിയണമെന്നില്ല, മതിയല്ല അറിഞ്ഞത്.
എന്തായാലും എന്നെയും നവീനേട്ടനെയും കുറിച്ച് മോശമായിട്ട് ഹനി ഇങ്ങനെ സംസാരിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. നിർത്ത് നന്ദു, എനിക്ക് പറയാനുള്ളത് കൂടി നീ കേൾക്ക്. നീ അറിയാത്ത ഒരു രഹസ്യം എൻ്റെ ഉള്ളിനകത്തുണ്ട്. നീറി നീറി പുകയുന്നൊരു രഹസ്യം. നീ എപ്പോഴാ നവീനെക്കുറിച്ച് ഒരുപാട് വാനോളം പുകഴ്ത്താറില്ലേ? ആ സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ കനലെരിയുക. അവനുണ്ടല്ലോ, ആ നവീന്, അവനെ നിന്നെ ഇഷ്ടമാണ്, നിന്നോട് പ്രണയം. അതവൻ എന്നോട് തുറന്നു പറഞ്ഞു നിന്നോട് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ നീ എനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള പേടിയിൽ ഞാൻ നിന്നോടത് പറഞ്ഞില്ല. ഇത് കേട്ടപ്പോൾ തന്നെ നന്ദു ആകെ ഷോക്കാവാണ് കേട്ടോ. ഹനി, അതെ, അതാണ് സത്യം. ഇപ്പം നീ പറ, ഞാൻ സംശയിച്ചില്ല, എന്താ തെറ്റെന്ന്? വരുന്ന വഴിക്ക് നിന്റെ കൈ ചേർത്ത് പിടിക്കുന്ന അവനെ ഞാൻ കണ്ടു. എന്താ അതിൻ്റെ ഒക്കെ അർത്ഥം? മതി, നിനക്കെന്നെ വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ട് പോവാം. പക്ഷേ ഇതുപോലുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്കാവില്ല. ചാവാൻ പോയ എന്നെ ജീവിതത്തിലൂടെ കര പിടിച്ച് കയറ്റുമ്പോൾ എനിക്ക് നിന്നിൽ ഒരുപാട് പ്രതീക്ഷയായിരുന്നു നന്ദു. പക്ഷെ അതെല്ലാം ഒരു നിമിഷം കൂടി തകർന്നു. ഇനിയൊരിക്കലും ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരില്ല. ഇതും പറഞ്ഞുകൊണ്ട് അനി അവിടുന്ന് പോവാണ് കേട്ടോ. എന്നാൽ ഒന്നും പറയാൻ പറ്റാതെ ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ് നന്ദു. അങ്ങനെ അനി പോയ പിന്നെ നന്ദു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കേട്ടോ. അതായത് ഓവർ കെയറിങ് കാണിച്ചിട്ടുള്ള ആ നവീൻ്റെ ഓരോരോ സിറ്റുവേഷൻസ്. ഇതൊക്കെ കൂട്ടി വായിച്ചപ്പോൾ എന്തിനാ അനിയെ താൻ കുറ്റപ്പെടുത്തുന്നതെന്ന് തോന്നുകയാണ്. നന്ദുവിന് ആകെ പടങ്ങി വിഷമാവാണ് കേട്ടോ. നവീനേട്ടൻ്റെ മനസ്സിൽ എനിക്ക് ഇതുപോലൊരു സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്. അയാൾ എന്നെ കെയർ ചെയ്തിരുന്നതൊക്കെ ഇതിനു വേണ്ടിയായിരുന്നു. ഓക്കെ, അങ്ങനെ നന്ദു വിഷമിച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് മാളവികയാണ്. തിരിച്ച് ഓഫീസിൽ, ജ്വല്ലറിയുടെ ഓഫീസിൽ മാളവിക ക്യാബിൽ ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് MDയുടെ റൂമിലേക്ക് മാളവിക ശ്രദ്ധിക്കുന്നത്. തൊട്ടിപ്പുറത്തെ സൈഡിൽ തന്നെയാണ് MDയുടെ റൂം. അവിടെ എന്ത് നടന്നാലും മാളവികയ്ക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവാൻ വേണ്ടി പറ്റും. അങ്ങനെ അയാൾക്ക് പെട്ടെന്നൊരു കോള് വരാണ് MDക്ക്. ഇവളാണെങ്കിൽ ചില്ലിൻ്റെ പുറത്ത് നിന്നിട്ടാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത്. അയാൾക്കൊരു കോൾ വരുന്നതും അയാൾ ആകെ പരിഭ്രാന്തനാവുന്നത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങാൻ കേട്ടോ. ഇതൊക്കെ മാളവിക നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അയാൾ പുറത്തേക്ക് ഇറങ്ങിയ പാടെ തന്നെ മാളവിക ആദർശിന് ഫോൺ ചെയ്യുന്നുണ്ട്. ഹലോ സർ. എന്താ മാളവിക? സർ, ഇപ്പോൾ ഇവിടുത്തെ MD പുറത്തോട്ട് പോയി. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വരുവോളെന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ അയാൾ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യ്. പുറത്ത് നമ്മുടെ സീക്രട്ട് കാറുണ്ട്. ശരി സർ. ഇതും പറഞ്ഞുകൊണ്ട് മാളവിക ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോഴത്തേക്കും ഇയാൾ മുന്നിലെ വണ്ടിയിൽ പോയി കേട്ടോ. പെട്ടെന്ന് തന്നെ അവധിക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആ സീക്രട്ട് കാറിൽ കയറാണ്. എടോ, താൻ ആ വണ്ടിയുടെ പിന്നാലെ തന്നെ വെച്ച് പിടിച്ചോ. ശരി മാഡം. ഇതും പറഞ്ഞുകൊണ്ട് ആ ഡ്രൈവർ ആ പിന്നാലെ തന്നെ പോവാണ് കേട്ടോ. അങ്ങനെ ആദർശിൻ്റെ കോള് വീണ്ടും വരുന്നുണ്ട്. ഹലോ സർ. മാളവിക, എന്തായി? അയാളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക സർ. അയാളുടെ വണ്ടി മുന്നിൽ തന്നെയുണ്ട്. ആ വണ്ടി ഒരിക്കലും മിസ്സാവരുത്. അയാളുടെ പിന്നിൽ തന്നെ പൊയ്ക്കോളണം. ശരി സാർ. ഇതും പറഞ്ഞുകൊണ്ട് ആദർശിൻ്റെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇടോ, അയാൾ ഒരിക്കലും മിസ്സാവരുത്. അയാളുടെ പിന്നിൽ തന്നെ പോകണം. ശരി മാഡം. അങ്ങനെ പിന്നാലെ തന്നെ ഈ കാറും വെച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഈ കാർ ഒരു 5 സ്റ്റാർ ഹോട്ടലിലോട്ടാണ് തിരിയുന്നത്. മാഡം, അയാൾ ആ 5 സ്റ്റാർ ഹോട്ടലിലോട്ടാണ് കയറ്റിയേക്കുന്നത്. അതിനകത്തോട്ട് പോകണോ? യെസ്, നമുക്ക് ആ പാർക്കിംഗ് സെക്ഷനിൽ പോയി നിൽക്കാം. ശരി മാഡം. ഇതും പറഞ്ഞുകൊണ്ട് അകത്തോട്ട് വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. താൻ ഇവിടെ തന്നെ കാണണം. ഞാൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാം. ശരി മാഡം. അങ്ങനെ ഈ മാളവികയാണെന്നുണ്ടെങ്കിൽ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പാർക്കിംഗ് സെക്ഷനിലൂടെ അകത്തോട്ട് കയറുകയാണ്. ജ്വല്ലറിയുടെ മാനേജറെ വരവേൽക്കാൻ വേണ്ടി 2 സ്റ്റാഫ് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവരാണെന്നുണ്ടെങ്കിൽ ഈ MDയെ അകത്തോട്ട് കൊണ്ടുപോവാണ്. മാളവിക എല്ലാം നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഭാഗത്ത് നിന്ന് സൈഡിൽ ഇങ്ങനെ ഒതുങ്ങി ചേർന്നാണ് കേട്ടോ മാളവിക വാച്ച് ചെയ്യുന്നത്. പെട്ടെന്ന് ചുമരിൻ്റെ സൈഡിൽ ഒതുങ്ങി നിന്ന് വാച്ച് ചെയ്യുന്ന മാളവികയുടെ ഷോൾഡറിലേക്ക് ഒരു കൈ വന്ന് വെക്കുകയാണ്. ഷോൾഡറിൽ ആ കൈ കണ്ടിട്ട് ആകെ ഞെട്ടലോട് കൂടിയിട്ടാണ് കേട്ടോ മാളവിക പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുന്നത്. ഹലോ മാളവിക, എന്നെ മനസ്സിലായോ? എടി, ഇത് ഞാനാ, ദേവിക. എടി, നിന്റെ കൂടെ പഠിച്ചതാ. നമ്മളിവിടുത്തെ ഗവൺമെൻറ് സ്കൂളിലല്ലേ പഠിച്ചത്? എനിക്ക് മനസ്സിലായി. ആദ്യത്തെ സുഹൃത്ത് ബന്ധങ്ങളൊന്നും പിന്നെ കൂട്ടി ചേർക്കാറില്ലല്ലോ. അതുകൊണ്ട് കണ്ട പരിചയം പോലും തോന്നാറില്ല, അല്ലേ മാളു? അതെ അതെ. അല്ല, നീ എന്താ ഇവിടെ കള്ളനെ പോലെ പതുങ്ങി നിൽക്കുന്നത്? അത് പിന്നെ എന്തോ കാര്യമുണ്ടല്ലോ. എന്താ മോളെ, എന്നോടും കൂടി പറ. അയ്യോ, നീ ഒച്ച വെക്കല്ലേ. ഒച്ച വെച്ച് ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരും. നീ കാര്യം ആദ്യം പറ. അപ്പോഴാണ് കേട്ടോ മാളവിക കാര്യങ്ങളൊക്കെ ദേവികയോട് പറയുന്നത്. ഓഹോ, അപ്പം അതാണ് കാര്യം. നീ ജ്വല്ലറിയിലെ MDയെ വാച്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതെ, ദേ നിന്നോടുള്ള വിശ്വാസം കൊണ്ട് പറഞ്ഞതാ. നീ ഇവിടുത്തെ സ്റ്റാഫാണല്ലോ. നിനക്ക് എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തുതരാൻ പറ്റില്ലേ? എന്ത് ഹെൽപ്പ് ചെയ്തുതരാൻ? അയാളെ ഇപ്പോൾ പോയിരിക്കുന്ന റൂം ഏതാണെന്നൊന്ന് അറിയണം. അവിടെ നടക്കുന്ന സംഭവങ്ങളും എനിക്ക് എങ്ങനെയെങ്കിലും അറിഞ്ഞേ പറ്റൂ. അയാൾ പോയിരിക്കുന്നത് ബിസിനസ് റൂമിലേക്കാ. വൺ സെറ്റപ്പാ. പക്ഷെ നിനക്ക് പുറത്തുനിന്ന് അവരെ വാച്ച് ചെയ്യാം. അവർ പറയുന്നത് എന്താണെന്ന് പുറത്തോട്ട് കേൾക്കില്ലെന്നേ ഉള്ളൂ. ഫുൾ ഓപ്പൺ റൂമാ. ആണോ?
എന്നാൽ പിന്നെ എന്നെ ഒന്ന് അങ്ങോട്ട് എത്തിക്കാൻ പറ്റുമോ നിനക്ക്? അതിനെന്താ, അത് നിഷ്പ്രയാസം പറ്റും. പക്ഷേ നീ അവിടെ ഒളിച്ചൊക്കെ നിൽക്കുന്നത് ആരെങ്കിലും കണ്ടാലോ പ്രശ്നമാവുക. അതിന് നീയൊന്നും എന്നെ ഹെൽപ്പ് ചെയ്യില്ലേ? നമുക്ക് നോക്കാം, നീ വാ. ഇതും പറഞ്ഞുകൊണ്ട് മാളവികയും കൂട്ടിക്കൊണ്ട് ആ പെണ്ണ് അകത്തോട്ട് കയറുകയാണ് കേട്ടോ. ഇടയ്ക്ക് വെച്ച് ആദർശിൻ്റെ കോള് വരുന്നുണ്ട്. എന്നാൽ അതൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ മാളവിക. ദേ ആ കാണുന്ന റൂമിലാണ് അവരുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കുക. അയാളല്ലേ നീ പറയുന്നത്? ആ, ഇത് തന്നെയാണ് എൻ്റെ MD. ആ, എന്നാൽ പിന്നെ നീ ഇവിടെ നിന്നോ. ദേ ഞാൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാം. ശരി. ദേ ഇതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുക നിനക്കും കൂടി ഉപകാരം ഉണ്ടായിരിക്കും. ഉപകാരം ഉണ്ടായാൽ മതി, കാണേണ്ട രീതിക്ക് എന്നെ കണ്ടാൽ മതി. അതൊക്കെ ഞാൻ ഏറ്റു. നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇതോടുകൂടി തീരും. മൂർത്തി ജ്വല്ലറിയെ നമ്മളിത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഓ, അത് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു കുളിര. അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. നീയേ ഇവിടെ തന്നെ നിന്നോ, ഞാൻ ആരും വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ആ സമയത്താണ് കേട്ടോ നാഗേന്ദ്രൻ്റെ എൻട്രി. അപ്പം തന്നെ ആ പെണ്ണ് അവിടെ വന്നിട്ട് പറയുന്നുണ്ട്, മാളവികെ ആരോ വരുന്നുണ്ട്, ഇങ്ങോട്ടേക്കാണെന്നാ തോന്നുന്നത്. ദേ നീ ഒരു സൈഡിലേക്ക് ഒതുങ്ങി നിൽക്ക്. ആ ശരി. ഇതും പറഞ്ഞുകൊണ്ട് മാളവിക ഒരു സൈഡിലേക്ക് ഒതുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നാഗേന്ദ്രൻ്റെ എൻട്രി കാണിക്കുന്നത്. നാഗേന്ദ്രനെ കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല മാളവികയ്ക്ക്. ഇതാരാ? ഇതിനു മുമ്പേ കണ്ടിട്ടില്ലല്ലോ. ഇനി ഇയാളായിരിക്കോ ഇയാളുടെ മുകളിലുള്ള വ്യക്തി? എന്തായാലും വീഡിയോ എടുത്ത് ആദർശ് സാറിന് അയച്ചു കൊടുക്കാം. സാറിന് പരിചയമുള്ള വ്യക്തിയാണെങ്കിലോ. ഇതും പറഞ്ഞുകൊണ്ട് അയാളുടെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. നാഗേന്ദ്രനെ അയാൾ കറക്റ്റായിട്ട് അതിൽ പകർത്തുന്നുണ്ട്. എന്നിട്ട് ആ വീഡിയോ നേരെ ആദർശിന് അയച്ചു കൊടുക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ആദർശിനെയാണ് കേട്ടോ. ആദർശിനൊരു മെസ്സേജ് വന്ന കണ്ടപ്പോൾ തന്നെ ആദർശ് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോഴാണ് അതിൽ നാഗേന്ദ്രൻ്റെ വീഡിയോ കാണുന്നത്. നാഗേന്ദ്രനെ കണ്ട് ആകെ ഞെട്ടിത്തരിക്കാൻ കേട്ടോ ആദർശ്. ആദർശേട്ടാ, എന്താ ആദർശേട്ടാ? ആദർശാണെങ്കിൽ ഒരനക്കവും ഇല്ല കേട്ടോ. ആദർശേട്ടാ, എന്താ നൈനെ? ഇതാരാ ആദർശേട്ടാ? നൈനെ, അപ്പോൾ ജ്വല്ലറിയുടെ പിന്നിൽ അബിയുടെ അച്ഛനാണോ? അബിയുടെ അച്ഛനോ? അതെ, ഇത് അബിയുടെ അച്ഛനാ, അപ്പച്ചിയുടെ ഭർത്താവ്. അയ്യോ, അപ്പോൾ ജ്വല്ലറിയുടെ പിന്നിൽ അബിയുടെ അച്ഛനാണെന്നാണോ പറയുന്നത്? അതെ, വലിയൊരു സത്യമാണ് നൈനെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. എന്നാലും അയാളായിരിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വെറുതെയല്ല നമ്മളോട് ഇത്ര ശത്രുത. മുത്തശ്ശൻ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് അയാൾ ആട്ടി ഇറക്കി വിട്ടതല്ലേ, അതിനുള്ള പകയാണ് അയാൾ തീരാത്ത പോലെ കാണിക്കുന്നത്. ഞാനൊന്ന് മാളവികയെ വിളിക്കട്ടെ. ഇതും പറഞ്ഞ് മാളവികയെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഹലോ ഹലോ സർ, ഞാനിവിടെ ഒരു സൈഡിലുണ്ട്. ആരെയും കണ്ണിപ്പെടാതെ ഇവിടെ നിൽക്കുക. എന്നെ സഹായിക്കാൻ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഇവിടെ. മാളവികയെ, അത് ജ്വല്ലറിയുടെ യഥാർത്ഥ ഓണറാണോ? അതെ സർ, ഞാൻ അന്വേഷിച്ചു. ഇയാൾ ജ്വല്ലറിയുടെ യഥാർത്ഥ ഓണറാണ്. MD ആയിട്ട് വെറുതെ അയാളെ വെച്ചേക്കുക. അയാളെ സാറിന് അറിയോ സർ? എനിക്ക് കണ്ടുപരിചയമൊന്നുമില്ല. അറിയാം, ഞങ്ങളുടെ അപ്പച്ചിയുടെ ഭർത്താവാ, അബിയില്ലേ, അബിയുടെ അച്ഛൻ. ഓ ഗോഡ്, അബി സാറിൻ്റെ അച്ഛനാണോ? അതെ. മാളവിക, നീ ആരെയും കണ്ണിപ്പെടാതെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തോട്ട് ഇറങ്ങാൻ നോക്ക്. സർ, ഒരാളും കൂടി വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്, ഒരു ലേഡി. അവരിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെയും കൂടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തി അയക്കാം. ഓക്കെ. ഇതും പറഞ്ഞ് ആദർശിൻ്റെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ അവന്തിക അങ്ങോട്ട് എത്തുന്നുണ്ട്. കാറിൽ നിന്ന് നല്ല സെറ്റപ്പോട് കൂടിയിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. അപ്പം തന്നെ അവന്തികയെ ക്ഷണിക്കാൻ വേണ്ടി 2 സ്റ്റാഫ് അവിടെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ മാളവിക നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. മാളവിക അടുത്തെത്തും തോറും ഇവളുടെ മുഖം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഇത് സാറിൻ്റെ സിസ്റ്റർ അല്ലേ അവന്തിക? ഇവരെന്താ ഇവിടെ? അങ്ങനെ ആ വീഡിയോയെ എടുത്ത് ആദർശിന് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ മാളവിക ആദർശിന് ഫോൺ ചെയ്യാണ്. ഹലോ സർ. എന്തായി മാളവികയെ? സർ, ഇതിൻ്റെ പിന്നിൽ സാറിൻ്റെ സിസ്റ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. സിസ്റ്ററോ? അബി സാറിൻ്റെ സിസ്റ്റർ അല്ലേ അവന്തിക മാഡം? അവന്തിക മാഡം കൂടി വന്നിട്ടുണ്ട് സർ. വാട്ട്? അവന്തികയോ? അതെ സർ, സാറിൻ്റെ പക്ഷത്താണ് അവന്തിക മാഡം എന്നല്ലേ പറഞ്ഞത്, മൂർത്തി ജ്വല്ലറിയുടെ കൂടെ. പക്ഷേ അവർ നിങ്ങൾ ചതിക്കുകയാണെന്നാണ് തോന്നുന്നത്. അച്ഛനോടൊപ്പം മകളും കൂടി കൂടിച്ചേർന്ന് മൂർത്തി ജ്വല്ലറിയെ കരിവാരി തേക്കുവാണ്. സാറിന് ഞാൻ പറയുന്നത് വിശ്വാസമാവുന്നില്ലെങ്കിൽ അവന്തിക മാഡത്തിൻ്റെ വീഡിയോയും കൂടി ഞാൻ എടുത്ത് അയച്ചിട്ടുണ്ട്. ശരി മാളവിക, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ. ശരി സർ. ഇതും പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ പോട്ടെ, എനിക്ക് വേണ്ട ക്ലിപ്പിങ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ശരി. പിന്നെ നിന്നെ ഞാൻ മറക്കില്ല, ഞാൻ നിന്നെ വിളിച്ചോളാം. ശരി മാളവിക. അങ്ങനെ അവിടുത്തെ മാളവിക ഇറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ആദർശിനെയാണ്. നൈനെ, നീ അറിഞ്ഞോ? എന്താ ആദർശേട്ടാ? അവന്തികയുണ്ടല്ലോ, അവള് നമ്മളെ പിന്നീന്ന് കുത്തുമായിരുന്നു. അതെ, അവളെ അച്ഛനുമായിട്ട് എപ്പോഴും അടുത്തിട്ടുണ്ട്. അപ്പം അവളാണ് നമ്മുടെ കമ്പനിയുടെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നത്. ഇനി ഒരു നിമിഷം അവളെ കമ്പനി വെച്ചേക്കില്ല. ആദർശേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത്? വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല നയനെ. അവൾ ഈ ചതി നമ്മളോട് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മുത്തശ്ശനെയും മുത്തശ്ശിയുടെയും നമ്മളെല്ലാവരുടെയും മനസ്സൊക്കെ കീഴടക്കി
അവൾ ഇവിടുത്തെ എല്ലാ രഹസ്യങ്ങളും ചോർത്തി അവളുടെ അച്ഛനെ കൊണ്ട് കൊടുക്കുക. ഇന്നത്തോടു കൂടി അവിടെ എല്ലാ ചോർക്കലും ഞാൻ നിർത്തി കൊടുക്കും. അപ്പോൾ ഏഞ്ചലറുടെ പിന്നിൽ അവളും അവളുടെ അച്ഛനും ആയിരുന്നു. കാണിച്ചു കൊടുക്കാം. ഏഞ്ചലറുടെ മുന്നിൽ പറക്കാന്നുള്ള മോഹമായിട്ട് നടക്കുക. എന്തായാലും ആദർശ് ഇതിലൊരു തീരുമാനം എടുത്തിരിക്കും. ഇതും പറഞ്ഞുകൊണ്ട് ആദർശ് പറയുന്നുണ്ട് നയനോട്, നയനെ നമുക്ക് 1-2 ദിവസത്തിനുള്ളിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള സമയമായി. എൻ്റെ വിജയം ഞാൻ ഇവിടെ കുറിക്കും. നീ ബാഗൊക്കെ പാക്ക് ചെയ്തോ. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ വീട്ടിൽ നിന്ന് നേരെ ആനന്ദപുരിയിലോട്ട് പോകും. ഓക്കെ, അതോടുകൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കാൻ കേട്ടോ. ഈ എപ്പിസോഡിൻ്റെ ബാക്കി എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡ് ഞാൻ ഉടനടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.